നമസ്കാരമുണ്ട് കേട്ടോ. ഞാൻ നാട്ടിലേക്ക് പോവുകയാണേ. എല്ലാവരും വിചാരിക്കും ഈ മെട്രോ സ്റ്റേഷനൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. ചുമ്മാ ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നതെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പോകണതെന്ന് ഫസ്റ്റ് കാണിക്കണ്ടേ. അതുകൊണ്ട് വെറുതെ എടുത്തതാണ്. യൂഷ്വലി ഞാനിങ്ങനെ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ട് മെട്രോ വഴിയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. അത് ബസ് ഞാൻ പോകാറില്ല. കാരണം ബസ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദൂരം ഉള്ളെന്നുണ്ടെങ്കിലും ബ്ലോക്ക് താണ്ടി എത്തണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ വേണ്ടി വരും. ഇതാകുമ്പം നമുക്ക് ഏകദേശ സമയത്തിനുള്ളിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ മെട്രോ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അതാണ്. ചുമ്മാ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് പോകേണ്ടി വരും. അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെ സ്റ്റെപ്പ് ഇറക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന്. അപ്പോൾ അതിലൊരാൾ എന്നോട് ചോദിക്കുകയും ചെയ്തു, എന്താ യൂട്യൂബ് ഇടാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്? ഞാൻ പറഞ്ഞു ശരിയെന്ന് അതേന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണമായിരുന്നു കേട്ടോ. ആൾക്കാർ മുമ്പിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ചിലർ ചിരിക്കുമല്ലോ, ചിലർ ചിരിക്കും, ചിലർ വിചാരിക്കും ഇതിനൊക്കെ എന്തുവാ വട്ടാണോ എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും ഒരു നോട്ടം. പിന്നെ നമ്മളതൊന്നും കാര്യമാക്കാണ്ട് വീഡിയോ അങ്ങ് എടുക്കും. അങ്ങനെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഭയങ്കര തിരക്കാണ്. ശനിയാഴ്ച വൈകുന്നേരം ആയതുകൊണ്ടേ ഭയങ്കര തിരക്കാണ്. അതുകൂടാണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പണി ആയതുകൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ പ്ലാറ്റ്ഫോമിനകത്തൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൺജസ്റ്റഡ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ആൾക്കാർ തിരുമ്പി സ്പേസ് ഉണ്ടെങ്കിലും ആൾക്കാരിങ്ങനെ കൂട്ടം കൂടിയായിട്ടാണ് നിൽക്കുന്നത്. ആ കോച്ച് പൊസിഷനൊക്കെ നോക്കുന്ന സ്ഥലത്തൊക്കെ. അപ്പം അങ്ങനെ ഞാനവിടെ എത്തി. പക്ഷെ എൻ്റെ കൂടെ വരുന്ന ആൾ ഇപ്പോഴൊന്നും എത്തത്തില്ല. അയാൾ സമയമാകുമ്പം ഈ ബ്രിമ്മിലേ വരാറുള്ളൂ. അറിയാമല്ലോ കണ്ണൻ. അവർ ഓഫീസിൽ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവൻ കാക്കനാടുന്ന് വണ്ടിയിലാണ് 2 വീലറാണ് വരുന്നത്. വന്ന് പാർക്ക് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ജനശതാബ്ദി ഏകദേശം വരാൻ സമയമാകുമ്പോഴേ അദ്ദേഹം എത്താറുള്ളൂ. ഞാൻ പിന്നെ കറക്റ്റ് എപ്പോഴും ആയാലും നേരത്തെ എത്താൻ ശ്രമിക്കാറുണ്ട്. എന്നാലേ എനിക്കൊരു സമാധാനം ആവുള്ളൂ. അത് അറ്റ് എനി കോസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. അത് ഈ കാര്യത്തിൽ നിന്നല്ല, എല്ലാ കാര്യത്തിലും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, മാക്സിമം അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പുതിയ തലമുറകളുടെ വക്താക്കൾ അങ്ങനല്ല, അവർ സമയത്തിനേ എത്തത്തുള്ളൂ. ഇത് എന്നെ നോക്കി വരികയാണ്, ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് നോക്കി വരുന്നത്. പക്ഷേ എപ്പോഴും എന്ത് വേണം, മൊബൈലിൽ നോക്കണ്ടേ നടക്കത്തുള്ളൂ. കൂട്ടിയിടിക്കുമെന്നുള്ളൊരു തോന്നൽ പോലും ഇദ്ദേഹത്തിനില്ല. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട്. അങ്ങനെ ഞാനിങ്ങനെ നിൽക്കും. ഞാൻ അടുത്ത് വന്നിട്ട് ഇതിൻ്റെ പൊസിഷനൊക്കെ അവന് വാട്സപ്പ് ചെയ്യുക. അപ്പോൾ അവൻ അത് നോക്കി ഇനി വരും. അപ്പോൾ കണ്ടിങ്ങി വരും. അതുകൊണ്ട് അവർക്ക് ടെൻഷനേ ഇല്ല ഇങ്ങനെ ട്രെയിൻ വരുമോ എന്നുള്ളതിൻ്റെ. അവൻ വന്ന ഉടനെ ട്രെയിനും വരും. അതാണ് കോമഡി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു രസമുണ്ട്. ഞാൻ ട്രെയിൻ വരുന്ന കാണുമ്പോഴേ നീങ്ങി അങ്ങോട്ട് നടക്കാൻ നോക്കും. അവൻ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. അവൻ പറയുന്നത് ട്രെയിൻ ഇങ്ങനെ വന്നിരിക്കത്തില്ലേ, അവനൊരു സീറ്റ് നമ്പർ പറയും. പിന്നെ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നതെന്നാണ് കണ്ണൻ പറയുന്നത്. ഒരു തരത്തിലത് കറക്റ്റാണ്. എങ്കിലും എത്ര ഇതായാലും ഇത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇച്ചിരി നേരത്തെ അവിടെ നീങ്ങി നിൽക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് സെറ്റിലായി. ട്രെയിൻ കൊല്ലത്തുനിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് 3/4 മണിക്കൂറുണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പിലേക്ക്. പക്ഷേ ഞങ്ങളെ അവിടെ വിളിക്കാൻ വേണ്ടി രാത്രിയിൽ സോനും സിന്ധുവും വന്ന് ഇരിപ്പുണ്ട്, റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവർക്ക് തന്നെ അതിശയം. ഞാനിതൊന്നും ചെയ്യാറില്ലല്ലോ. അങ്ങനെ വീട്ടിലെത്തിയാൽ ഞങ്ങൾ ആദ്യം പിറ്റേ ദിവസം ചെയ്യുന്ന ആദ്യം ഒരു കാര്യം എന്ന് വെച്ചാൽ അമ്പലത്തിൽ പോവും. അതൊരു ശീലം. പ്രത്യേകിച്ച് സിന്ധുവിന് അന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും അമ്പലത്തിൽ പോകും. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ സർളചേച്ചി വെറും ഒരു കുശല അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് സർളചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടെ ചെന്നാൽ ഇപ്പം ചർച്ച ഒരാളുടെ കാര്യത്തിന് മാത്രമേ ഉള്ളൂ ചർച്ച. ദേ ഇരിക്കുന്നു ആ പുലി. ഈ പുലിയുടെ കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ അവിടുത്തെ ചർച്ച. ചിരിയും കളിയും ദേഷ്യവും എല്ലാം അവനാണ്. ദേഷ്യം എന്ന് പറഞ്ഞാൽ അവനല്ല, എല്ലാം കയറി നശിപ്പിക്കുന്ന സ്വഭാവങ്ങളും കൂടെ അവന് തുടങ്ങിയിട്ടുണ്ട്. അതാണ് സർളചേച്ചി പറയാം, സെറ്റ് നശിപ്പിക്കുന്ന, ലാപ്ടോപ്പ് നശിപ്പിക്കുന്ന, കയറി ഇറങ്ങുന്ന ആ രീതിയിൽ അവൻ്റെ പരിപാടി എന്നാണ് പറഞ്ഞത്. സോനുവിൻ്റെ പെറ്റാണത്. ഹരി എന്തിനാ കൈ പൊത്തി വെച്ചിരിക്കുന്നതെന്ന് അറിയാം. അപ്പം മീശ എടുത്ത രൂപം എല്ലാവരെയും കാണിക്കാൻ പുള്ളിക്ക് നാണക്കേടായിരുന്നു. എന്നോട് പറയുന്നത് എന്നെ വീഡിയോ എടുക്കാതെ ആ പൂച്ചേൻ്റെ വീഡിയോ എടുക്കുന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കളിപ്പാട്ടങ്ങളാട്ടോ ഇത്. കിങ്ങിണി സോനു ഇതിനൊക്കെ അങ്ങ് അഡിക്ഷനാണ് അതിനകത്ത്. എനിക്ക് സത്യത്തിൽ പൂച്ചേനെ ഇഷ്ടമില്ലാത്ത, പക്ഷേ ഈ പൂച്ചയെ ആർക്കും ഇഷ്ടപ്പെടും. അതാണ് വേറെ സത്യം. നിങ്ങൾ കാര്യം പറഞ്ഞ് അങ്ങ് അകത്തുനിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് രാത്രി ഇപ്പോൾ 8-9 മണിയെങ്ങാണ്ടായി. അമ്പലത്തിൽ പോയി ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ
ഇപ്പോഴും പറയുന്ന അവൻ ആ പൂച്ചയുടെ കുറ്റം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കളിയുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരുട്ടിയപ്പോൾ ഇരുട്ട് നല്ല ഇരുട്ടുണ്ട്. അപ്പം കണ്ണനും കിങ്ങണിയും കൂടെ 2 വീലറിൽ അങ്ങ് വീട്ടിലേക്ക് വരും. ഞാനും സിന്ധുവും കൂടെ ജസ്റ്റ് അപ്പുറത്താണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങൾ നടന്നങ്ങ് വീട്ടിലെത്തും. പിറ്റേന്നത്തെ സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ സിന്ധുവിൻ്റെ സജിയൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. വലിയ ആഘോഷങ്ങളൊന്നുമില്ല, അതായത് അണ്ണൻ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. എന്നാലും സർല ചേച്ചി, സോനു, ഹരിയും വരും. ഞങ്ങൾ ചെറിയൊരു ലഞ്ച് മാത്രം, അതായത് സ്പെഷ്യൽ വിഭവങ്ങളൊന്നുമില്ല, കുറച്ച് ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിക്കും. എന്നിട്ട് വൈകുന്നേരം ഞങ്ങളൊരു സിനിമയ്ക്ക് പോകാനായിട്ട് പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് അല്ല, പോകാൻ റെഡിയായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അമ്മ എന്താ വരാത്തതെന്ന് പരിഭവമാണ് അമ്മയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം വന്നിട്ട് കണ്ടിട്ട് 5 മിനിറ്റ് കഴിഞ്ഞാലും പറയും, ഇത്ര നാളായി വന്നിട്ട് എന്നെ ഒന്ന് കാണാറ് പോലും ഇല്ല എന്ന്. അതാ പറയുന്നത്. മാമി എന്നെ വഴക്ക് പറയാം കേട്ടോ, റെഡിയാകാതിരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന എന്തിനാന്ന് പറഞ്ഞിട്ട്. സോനു എത്തി, അവളുടെ സന്തത സഹചാരിയും കൊണ്ട് എത്തി. അത് വന്നതും കിങ്ങണി അതിനെ അങ്ങ് കുഞ്ഞാപ്പിനെ എടുത്ത് കയ്യിലങ്ങ് വെച്ച് നോക്കി. എന്തൊരു സ്റ്റൈല് കാണിക്കലാന്ന് നോക്കിയേ. ഇവനാണിപ്പം താരം. അത് കാണിച്ച പ്രവൃത്തിയൊക്കെയാണ് സോനു ഇവിടെ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് സന്തോഷിക്കുന്നതാണ്. ഹരിയെ കൂട്ടി ഇപ്പം വരും, കാരണം ഹരിയുടെ കാറ് സർവീസിന് കൊടുത്തിരിക്കുക. സോ എല്ലാവരെയും ഇങ്ങനെ വണ്ടിയിൽ 2 വീലറാണ് എത്തിക്കുന്നത്. അതാണ്. എല്ലാവരും വന്നിട്ട് അവിടെ തന്നെ പൂച്ചയുടെ കഥയും പറഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. അതാണ് നമ്മുടെ പോമീനെ നമ്മുടെ കിറ്റേ കാണിച്ചപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്ത് ജീവിയാണെന്ന് നോക്കിക്കൊണ്ട് രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു. അതാണ്. വൈകുന്നേരം ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഓട്ടോയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാനും സിന്ധുവും സളേജയും കൂടെ ഓട്ടോയ്ക്കും പോയി, അവർ 4 പേരും 2 വീലറിനും വരാമെന്നുള്ള രീതിയിലാണ്. ഞങ്ങൾ നേരത്തെ തന്നെ തിയേറ്ററിൽ എത്തുന്ന രീതിയിലാണ് ഞങ്ങൾ പോയത്. ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. അതാണ്. എന്നിട്ട് അവർ 2 വീലറിലും കയറി പതുക്കെ കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് അവർ സമയത്തിന് പറഞ്ഞില്ലേ, ഞങ്ങളെല്ലാം നേരത്തെ എത്തും, അവരെല്ലാം സമയത്തിന് വരുന്ന ആൾക്കാരാണ്. പടം തുടങ്ങാറാവും ഏകദേശം മുമ്പ് തന്നെ അവർ വരുള്ളൂ. ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോ ഒക്കെ ചുമ്മാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവർ വന്ന ഉടനെ അവരുടെ സ്ഥിരം പരിപാടി കോഫി. സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ കോഫി കുടിക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. അത് സ്റ്റാർട്ടിങ്ങിലേ കുടിക്കുക എന്നുള്ളത് അതിലേറെ ചടങ്ങാണ്. അതിപ്പോൾ സോനുവിന് ത്രോട്ടിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ചൂടുന്ന് കുടിച്ചത് നല്ലതാന്ന് പറഞ്ഞ് കുടിച്ചതാണ്. അങ്ങനെ ഞങ്ങളുടെ റോയിൽ ഞങ്ങളങ്ങ് സെറ്റിൽ ചെയ്തു. ഞങ്ങൾ കാണാൻ പോകുന്ന സിനിമയാണ് അമരൻ. എൻ്റെ അമ്മോ, നല്ല കിടുക്കാച്ചി പടമാണ്. കരയാൻ നല്ല ധൈര്യമായിട്ട് പോവുക. കരയാനും ഒരു ധൈര്യം വേണ്ടേ, അത്രയ്ക്കുള്ളൊരു പടമാണ്. നല്ല സൂപ്പർ സിനിമയാണ് കരയാനുണ്ടെങ്കിലും. നിങ്ങൾ ഇൻ്റർവെല്ലിൽ ഐസ്ക്രീമൊക്കെ കഴിച്ചത് കണ്ട വീഡിയോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ടോ സള്ളേച്ചി. അദ്ദേഹത്തിന് സിനിമയും ഫോട്ടോയും വീഡിയോയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നല്ല ഐസ്ക്രീമായിരുന്നു. ഇത് ബാത്റൂമിലെ രംഗമാണ് ഈ ഫോട്ടോ. ആസ് യൂഷ്വൽ 2 ദിവസത്തെ അവധി കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോകാനായിട്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏറ്റവും സങ്കടകരമായ ദിവസം. അങ്ങനെ ഞാൻ ടാറ്റാ ബൈ ബൈ കൊല്ലത്തോട് വിട പറഞ്ഞ് കൊച്ചിയിലേക്ക് യാത്രയാവുകയാണ്. ബായ്.